ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഇപ്പോൾ എല്ലാവരും അടിച്ച് പൊളിച്ചിരിക്കാൻ വിശ്വസിക്കുന്നു. ദാറ്റ് യു കെ എൻ്റെ ഒരു പുതിയൊരു വ്ളോഗിലോട്ട് സ്വാഗതം കേട്ടോ. അപ്പോൾ കുറച്ച് കാലം ഈ വ്ളോഗൊക്കെ എടുത്തിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ ഇന്നൊരു വ്ളോഗ് എടുക്കാം. ഞാൻ എന്തായാലും ഒരു സ്ഥലം വരെ പോവുകയാണ്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് എനിക്ക് ഇവിടെ തൊട്ടടുത്തുള്ള നമ്മളെല്ലാവരും സാധനങ്ങൾ വാങ്ങുന്ന ടെസ്കോ, യു കെയിലെ മിക്കൊക്കെ അറിയുന്നുണ്ടാവും. അപ്പോൾ ടെസ്കോയിൽ പോയിട്ട് ഞാനൊരു സാധനം വാങ്ങിയിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ടിനെ വാങ്ങിയതാട്ടോ. അപ്പോൾ അത് മാറ്റണം, അവനത് പറ്റില്ല, വേറെ പ്രൊഡക്റ്റ് എടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ടെസ്കോൻ്റെ എക്സ്ചേഞ്ച് പോളിസി 30 days ഉണ്ടല്ലോ. സോ ഞാൻ വിചാരിച്ചു എന്നാൽ ടെസ്കോയിൽ പോയിട്ട് നമുക്ക് അവിടെ എന്തൊക്കെ സാധനങ്ങളാണ് ഉണ്ടാവും. ഞാൻ ടെസ്കോയിൽ ഷോപ്പിംഗ് കഴിഞ്ഞതാണ്, എനിക്കിനി കൂടുതൽ വാങ്ങാനൊന്നുമില്ല. അപ്പോൾ ഇന്ന് ഞാൻ വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു, ഞാൻ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ഫുഡ്. അപ്പോൾ ടെസ്കോയിൽ നമുക്ക് തൽക്കാലത്തേക്ക് റെഡി ടു ഈറ്റ് കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുകയും ചെയ്യാം. അപ്പോൾ അതിൻ്റെ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത്ര തന്നെ ഉള്ളൂ. അപ്പോൾ വീട്ടിലോട്ട് പോവാം. വണ്ടി കയറി. ഇത് ഞാൻ താമസിക്കുന്ന റെസിഡൻഷ്യൽ ഏരിയ കേട്ടോ, ഞാൻ ഇവിടെ താമസിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് പോവാം ടെസ്കോ എക്സ്പ്രസ്സിലേക്ക്. ഇവിടെ തൊട്ടടുത്താണ്, ഇവിടെ നിന്ന് ഏകദേശം ഒരു 1 മൈൽ 2 മൈലിൻ്റെ അടുത്തുള്ളൂ അങ്ങോട്ട്. അപ്പോൾ എന്തായാലും അങ്ങോട്ട് പോവാം. വണ്ടി ഓടിക്കുമ്പോൾ ഫോൺ യൂസ് ചെയ്യാൻ പാടില്ല ഗൈസ്. അപ്പോൾ ഞാൻ ടെസ്കോയിൽ എത്തിയിട്ട് കാണിക്കാം കേട്ടോ. ഞാൻ ഒറ്റയ്ക്ക് ഓടുന്നു, അതോട് വേറെ ആരുമില്ല. പോവാം ഗൈസ്. എന്തായാലും നമ്മളുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ടുണ്ട്, ടെസ്കോയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇറങ്ങുന്നതിന് മുമ്പ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. കുറേ സ്റ്റുഡൻസ് എൻ്റെ വീഡിയോ കണ്ടിട്ട്, ഞാൻ ഈ വീഡിയോ എപ്പോഴും കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഉണ്ടാറില്ല. അപ്പോൾ കുറേ പേര് നമ്മൾ ഈ ഇൻടേക്കിന് സമയത്തൊക്കെ വീഡിയോ കാണുമ്പോഴേ എനിക്ക് കോൺടാക്ട് ചോദിക്കും, ചേട്ടാ അവിടെ അക്കോമഡേഷൻ റെഡിയാക്കി തരുമോ എന്നുള്ളത്. ഞാനിവിടെ കേംബ്രിഡ്ജ് എന്ന സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് കേംബ്രിഡ്ജിലുള്ള അക്കോമഡേഷൻ എനിക്ക് റെഡിയാക്കി കൊടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ അതിൻ്റെ അപ്പുറം, അതായത് ഇപ്പോൾ കേംബ്രിഡ്ജിലത്ത് നിൽക്കുന്ന സ്ഥലത്തുകൾക്കൊക്കെ എനിക്ക് അക്കോമഡേഷൻസ് ഒരിക്കലും എനിക്കൊരു വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് മെസ്സേജ് ആണെങ്കിലോ അത് നോക്കിയിട്ട് എനിക്കൊരാൾക്ക് റെഡിയാക്കി കൊടുക്കാൻ പറ്റില്ല. കാരണം അക്കോമഡേഷൻ കുറേ സ്കാമുകൾ നടക്കുന്നുണ്ട്. ഞാൻ വന്ന സമയത്ത് തന്നെ ഞാൻ കുറേ സ്കാമിൽ നിന്ന് പെട്ടതാണ്. പക്ഷേ പൈസ കൊടുക്കാത്തതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. പക്ഷേ പിന്നീട് ഞാൻ അത് സ്കാമോ കാരണമാണെന്നൊക്കെ ഉള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഞാനൊരു ടീമിനെ ഞാൻ പരിചയപ്പെടുത്തി തരാം. ആംബർ സ്റ്റുഡൻ്റ് എന്നാണ് പേര് കേട്ടോ. അവർ കൂടുതലായിട്ട് യു കെ ആണെങ്കിലും ഓസ്ട്രേലിയ ആണെങ്കിലും കാനഡ ആണെങ്കിലും അവർ അക്കോമഡേഷൻസ് റെഡിയാക്കി കൊടുക്കുന്നുണ്ട്. മെയിൻ ഒരു യു കെസ് ആണ് ചെയ്ത് കൊടുക്കുന്നത്. യു കെയിലുള്ള എല്ലാവർക്കും റെഡിയാക്കി കൊടുക്കുന്നുണ്ട് സ്റ്റുഡൻറ്റ് അക്കോമഡേഷൻ ആട്ടോ. ചീപ്പ് റേറ്റ്, അതായത് പെർ വീക്ക് റേറ്റ് മുതൽ പെർ മന്ത്ലി കൊടുക്കാനുള്ള ഓപ്ഷൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഒരു ലാർജ് വെറൈറ്റീസ് ഓഫ് അപ്പാർട്ട്മെൻറ്റ്സ് ആണെങ്കിലും ഷെയർഡ് റൂം ആണെങ്കിലും സ്റ്റുഡിയോ ആണെങ്കിലും ഇഷ്ടം പോലെ എൻസ്യൂട്ട് നോൺ എൻസ്യൂട്ട് റൂം ഇഷ്ടം പോലെ അവൈലബിൾ ആട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ സേഫ് ആണ് വിചാരിക്കും. നിങ്ങൾക്ക് വിസ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പേയ്മെൻറ്റ് കൊടുത്താൽ മതി. പിന്നെ ഈ പേയ്മെൻറ്റ് ചുമ്മാ കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നിങ്ങൾക്ക് A to Z ഉള്ള കാര്യം അവർ കാണിച്ചു തരും. അതായത് ലൈവ് ക്യാമറ വ്യൂയിങ് ഉണ്ടാകും. നിങ്ങൾക്ക് റൂം വ്യൂ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാത്രം നിങ്ങൾ അഡ്വാൻസ് പേയ്മെൻറ്റ് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇതാക്കിയാൽ മതി. പിന്നെ നിങ്ങൾ വിചാരിക്കും ഇത് ചുമ്മാ ഫസ്റ്റ് വന്ന് കാണിച്ചിട്ട് അതിന് ശേഷം പിന്നെ ഒരു റെസ്പോൺസ് ഉണ്ടാവില്ല. പേയ്മെൻറ്റ് കൊടുത്ത് കഴിഞ്ഞ ശേഷം ചുമ്മാ ഒരു അഗ്രിമെൻറ്റ് അയച്ചു തരും, അതിന് ശേഷം പിന്നെ ഒരു റെസ്പോൺസ് ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല. നിങ്ങൾ പേയ്മെൻറ്റ് അയച്ചു കൊടുത്തതിന് ശേഷം A to Z നിങ്ങളിവിടെ വന്നു കഴിഞ്ഞ് നിങ്ങൾക്ക് റൂമിൻ്റെ താക്കോലെല്ലാം കിട്ടിയതിന് ശേഷം മാത്രമേ ഉള്ളൂ നിങ്ങളായിട്ടുള്ള കോൺടാക്റ്റ് അവർ ഇതാക്കുള്ളൂ കേട്ടോ. കോൺടാക്റ്റ് വിടുമെന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് അഗ്രിമെൻറ്റ് കഴിയുന്നത്തോളം അത്ര കാലം അവർ നിങ്ങളെ കൂടെ തന്നെ ഉണ്ടാവും. 24 hours നിങ്ങൾക്ക് എപ്പോൾ അസിസ്റ്റൻസ് ആണെങ്കിലും ചോദിച്ച് ഇതാക്കാൻ പറ്റും. അപ്പോൾ അവരെ കോൺടാക്റ്റ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഗ്യാരണ്ടി, ഞാൻ ആദ്യം കേംബ്രിഡ്ജ് ARUവിൽ പഠിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് ഞാൻ ആദ്യം യൂസ് ചെയ്തൊരു സൊല്യൂഷനാണ് ആംബർ സ്റ്റുഡൻറ്റ് കേട്ടോ. ഇതിന് പ്രൊമോഷൻ ഞാൻ അങ്ങനെ യൂട്യൂബിൽ അതിൻ്റെ പ്രൊമോഷൻസ് ആണെങ്കിലും ചെയ്യാറില്ല. പക്ഷെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവട്ടെ എന്ന് വിചാരിക്കും. കാരണം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നു, കാരണം ഇഷ്ടം പോലെ ആൾക്കാർ ഒരു പ്രശ്നമാണ് അക്കോമഡേഷൻ എന്നുള്ള കാര്യം. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ അത് പരിചയപ്പെടുത്തിയിരുന്നത്. താഴെ അതിൻ്റെ ഡിസ്ക്രിപ്ഷനും ലിങ്കും കാര്യമെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ പ്രൊവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ചെക്ക് ഇറ്റ് ഔട്ട്. ആംബർ സ്റ്റുഡൻറ്റ് സർവീസ് 24 hours അവർ അവൈലബിൾ ആണ്. നിങ്ങൾ ജസ്റ്റ് രജിസ്റ്റർ ചെയ്തിട്ടാൽ മതി. അവരെ ഒരു കൗൺസിലർ നിങ്ങളെ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളെ ബഡ്ജറ്റ് എത്രയാണെന്നുള്ളതും കാര്യങ്ങളൊക്കെ നോക്കി ഒരു കറക്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള റൂം അവർ സെലക്ട് ചെയ്ത് തരുന്നത് കേട്ടോ. റേറ്റ് കൂടുതലാണെന്ന് വിചാരിച്ച് നിങ്ങൾ താക്കൊന്നും വേണ്ട. റേറ്റ് കുറവുള്ളതുകൊണ്ട് നിങ്ങളൊരു ബഡ്ജറ്റ് എത്ര വെച്ച് കഴിഞ്ഞാൽ അത്ര മുതൽ സ്റ്റാർട്ടിംഗ് ഉള്ള കാര്യങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ അവർ കോൺടാക്ട് ചെയ്യുക. ആംബർ ഞാൻ താഴത്തെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ഇതാണ് ഞാൻ വാങ്ങാൻ വന്ന ടെസ്കോ സൂപ്പർ സ്റ്റോറിലേസാണ് എന്ത് കേട്ടോ. ടെസ്കോ സൂപ്പർ സ്റ്റോർ തൊട്ടവിടെ നമുക്ക് ബസ് സ്റ്റോപ്പ് കാണാൻ പറ്റും. അതുപോലെ തന്നെ നല്ല തിരക്കുണ്ട്. സാറ്റർഡേ 12 മണി വരെ ഉണ്ട് രാത്രി കേട്ടോ. എല്ലാ ദിവസവും 12 മണി വരെ ഉണ്ട്. പക്ഷേ സൺഡേസ് വൈകുന്നേരം 4 മണി വരെ ഉണ്ടാവുള്ളൂ. ഇന്നലെ രാത്രി ഓൾറെഡി വന്ന് ചോദിച്ചത്. അപ്പോൾ പറഞ്ഞു റിട്ടേൺ ഇപ്പോൾ ഇല്ലയെന്ന് പറഞ്ഞു. അപ്പോൾ വണ്ടി നമുക്ക് ഇവിടെ പാർക്ക് ചെയ്തിട്ട് നമുക്ക് പോവാം. കുറേ ലക്ഷറീസ് വണ്ടികൾ നമുക്കിവിടെ കാണാൻ പറ്റും കേട്ടോ. നമുക്ക് എന്തായാലും ഉള്ളിൽ കയറാം. അധികം സാധനങ്ങളൊന്നും വാങ്ങാനില്ല. നേരെ ഉള്ളിൽ കയറുക, സാധനം റിട്ടേൺ അടിക്കാൻ പോവാം. നമ്മൾ ടെസ്കോൻ്റെ ഉള്ളിലാണുള്ളത്. ഇതെന്താണ്, ഒരു പൗണ്ടിന് ചോക്ലേറ്റ്സ്, കാഡ്ബറിയുടെ ഏതൊക്കെയോ സാധനങ്ങൾ. സീനില്ലാന്ന് തോന്നുന്നു. ഇതൊക്കെ വീട്ടിലേക്ക് കൊണ്ടുപോയി നല്ല രസമുണ്ടാവും. ഷോക്കേസിലെടുത്ത് ചട്ടികൾ വെച്ച സാധനങ്ങൾ. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതൊക്കെ എന്താ സാധനങ്ങൾ,
ഒക്കത്തിന് റേറ്റ് ഉണ്ട് കേട്ടോ. ഇത് ചെറിയ കുട്ടികളുടെ സെക്ഷനാണ്. നമ്മളെ പൊടികൾ, സാധനങ്ങളൊക്കെ, കണ്ടൻസ്ഡ് മിൽക്ക്, കുട്ടികൾക്ക് യൂസ് ചെയ്യേണ്ട സാധനങ്ങൾ, ഷോക്കേസിലൊക്കെ മറ്റേ സാധനങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇത് ഞാനൊന്ന് വാങ്ങണമെന്ന് വിചാരിച്ച് നിൽക്കിയിരുന്നു, ഈ വെറ്റ് വൈബ്സ്. പിന്നെ ഞാൻ ഇപ്പോൾ തൽക്കാലം വേണ്ടെന്ന് വെച്ച്. ഇവിടെ വരികയാണെങ്കിൽ നമുക്ക് ആക്സസറീസ്, നമ്മളെ ബ്യൂട്ടി ആക്സസറീസ് സാധനങ്ങൾ, ഡിയോഡ്രൻറ്റ്, പിന്നെ ബോഡി സ്പ്രേ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ ലിപ്സ്റ്റിക്ക്, ലിപ് ബാം പോലത്തെ സാധനങ്ങൾ ഒക്കെ തന്നെ റേറ്റും കുറവാട്ടോ. ക്ലബ് കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഇനി 3 for 2, അതായത് ഇതിന് 3 എടുത്താൽ 2 കൊണ്ട് കൊടുത്താൽ മതി. അങ്ങനെ കുറേ സാധനങ്ങൾ. അയ്യോ, നമുക്കെന്തായാലും അപ്പർ സെക്ഷനിൽ പോകാം ഗൈസ്. ഇവിടെ എന്തെങ്കിലും കാണിച്ചു തന്നിട്ട് കാര്യമില്ല. ഇവിടെ വരികയാണെങ്കിൽ ഷാമ്പു, അതിനൊക്കെ റേറ്റ് കൂടുതലാട്ടോ. 3 എടുത്ത 10 പോണ്ട്, നാട്ടിൽ ഏകദേശം 1000 രൂപ വരും. 79 pence, അതൊക്കെ റേറ്റ് കുറവാട്ടോ സാധനങ്ങൾ. ഞങ്ങൾ ഇവിടെ ഇപ്പോൾ എടുക്കുന്ന സാധനം ഏതാണെന്നറിയോ? ഈ റാഡോക്സിൻ്റെ ഷാമ്പു 1 pound ഉള്ളൂ. ഈ റാഡോക്സിൻ്റെ ഈ സാധനം ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. ആ സാധനം അത്യാവശ്യം കുഴപ്പമില്ല, നല്ല സ്മെല്ലും ഉണ്ട് കേട്ടോ ആ സാധനം. പിന്നെ ഇതും യൂസ് ചെയ്യും. ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഷാമ്പു തന്നെയാണ്. ഇതൊരു നേരം വന്നു കഴിഞ്ഞാൽ സ്പെൻഡ് ചെയ്യുന്ന ഓരോ സ്ഥലങ്ങൾ കേട്ടോ. ഇത് ചോക്ലേറ്റ്സിൻ്റെ സെക്ഷൻ. ഇവിടെ നിന്നൊക്കെ സാധനങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ പൈസ അക്കൗണ്ടിൽ കാലിയാവണമെന്ന് അറിയില്ല. ഇതൊക്കെ സ്ഥിരം വാങ്ങി പോകുന്ന സാധനം. ട്വിക്സ് 3 pound ഈ പാക്കറ്റ്, ഈ ഒരു ഫാമിലി പാക്ക് വാങ്ങിക്കോ. സെലിബ്രേഷൻസിൻ്റെ പാക്ക്, ഇതിൽ സ്നിക്കേഴ്സ്, ടിക്സ്, മാസ്, മാൾട്ടസേഴ്സ് എല്ലാതും ഉണ്ടാവും കേട്ടോ. ഇതിന് 4.95, 600 gram എന്തോ അതിന് റേറ്റ് വരുന്നത്. കയറിയിരിക്കുന്നത് ആണുങ്ങളെല്ലാവരും വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പോഴും കയറുന്ന സ്ഥലമാണ് ഗൈസ്. ആൽക്കഹോളിൻ്റെ സെക്ഷൻ, ഷാമ്പെയിന്, വൈന് കാര്യങ്ങളും എല്ലാതും ഉണ്ടാകും. അപ്പം ഞാൻ എക്സ്ചേഞ്ച് ചെയ്യാൻ പോകുന്നത് ഒരു ആൽക്കഹോളിക് പ്രൊഡക്റ്റ് കേട്ടോ. എനിക്ക് വേണ്ടിയിട്ടല്ല, എൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ മുന്നേ വാങ്ങിയ സാധനം അത് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അതവർക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വേറൊരു സാധനം വാങ്ങാമെന്ന് വിചാരിച്ചു. ആദ്യം ഞാൻ വാങ്ങിയത് സ്കോച്ച് വിസ്കി ആയിരുന്നു കേട്ടോ. കുറേ ബ്രാൻഡിനുണ്ട്. ഇതൊക്കെ ടെസ്കോയുടെ ഓൺ ബ്രാൻഡാണ്. 18 pound. ക്ലബ് കാർഡ് ഉള്ളവർക്ക് നല്ല സുഖമാണ്. 15 pound, 18 pound സാധനങ്ങൾ കിട്ടും. അപ്പം ഞാൻ വാങ്ങാൻ പോകുന്നത് ഈ ഒരു കുപ്പിയാണ്. 26 pound ഈ ഒരു ബ്രാൻഡി. ഇതല്ല, എവിടെയായിരുന്നത്? ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ബസ് കാണാനില്ലേ? ഞാൻ ഇന്നലെ വെച്ച് കണ്ടു പോയതാണല്ലോ. അതാ ഈ സാധനം. ഈ ബേൺഡ് ഫെയ്ത്ത് കണ്ടോ? ബേൺഡ് ഫെയ്ത്തിൻ്റെ 28 pound ഈ ഒരു ബ്രാൻഡി ഹൗസാണ് ഞാൻ വാങ്ങാൻ പോകുന്നത്. ഇത് രണ്ടും ബ്രാൻഡ് കേട്ടോ. സ്ട്രേമിയുടെ ഇതും ബ്രാൻഡ് 29 pound, ഇത് 28 pound. 34 pound സാധനം ക്ലബ് കാർഡ് പ്രൈസിൽ അവർ ഇതിന് കൊടുക്കുന്നു. പിന്നെ കുറേ സ്കോച്ച് വിസ്കി ഉണ്ട്. ഈ സിംഗിൾ ടേണൊക്കെ കണ്ടോ? 40 pound സാധനം. എന്താല്ലേ, നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ ലൈൻ നിൽക്കണം. ഇവിടെ സൂപ്പർ മാർക്കറ്റിൽ ഒന്ന് സാധനം വാങ്ങി പോകാൻ പറ്റും. പിന്നെ ഇവിടെ വോഡ്ക്കയുടെ സെക്ഷനൊക്കെ ഉണ്ട്. നാട്ടിൽ കിട്ടുന്ന കുറേ ബ്രാൻഡുകളൊക്കെ ഇവിടെ ഉണ്ട്. JD, ജാക്ക് ആൻഡ് ഡാനിയൽ, പിന്നെ അതാ ഇവിടെ സ്പിർനോഫ് ഉണ്ട്, ബക്കാഡി, പിന്നെ ബക്കാഡിയുടെ സ്പൈസ്ഡ് സാധനങ്ങൾ, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് ഇവിടെ. പിന്നെ ടെസ്കോയുടെ ഓൺ പ്രൊഡക്ട്സ് കിട്ടും. അതിനൊക്കെ നമുക്ക് റേറ്റ് കുറവാട്ടോ ടെസ്കോയുടെ സാധനം. മിക്ക ആൾക്കാരും ഈ ടെസ്കോയിൽ വരുന്നുണ്ടെങ്കിൽ ക്ലബ് കാർഡ് എടുക്കാൻ നോക്കുക. ക്ലബ് കാർഡൊക്കെ റേറ്റ് കുറവാണ്. 32 pound സാധനത്തെ 25 pound കൊടുക്കുന്നു. അതുപോലെ ഞാനിതാ ഇവിടെ കണ്ട സാധനം അതും വാങ്ങട്ടെ എന്തായാലും. നാട്ടിലൊക്കെ പോകുമ്പോൾ ആൾക്കാർ ഗിഫ്റ്റ് എടുക്കാൻ പറ്റിയ സാധനം. 8 pound ഈ സാധനം കണ്ട, സ്പൈസ്ഡ് റമ്മ, ഡെഡ് മാൻ ഫിംഗേഴ്സ്. അപ്പോൾ ഞാൻ സാധനം വാങ്ങിയിട്ട് നേരെ ബില്ലടിക്കട്ടെ, എന്നിട്ട് പോട്ടെ. എന്തായാലും സമയം ലേറ്റ്, എനിക്ക് പോയിട്ട് കുറേ പണിയുണ്ട്. ഇവിടെ സൂപ്പർ മാർക്കറ്റിലൊക്കെ വരുമ്പോഴേ കവർ സ്വന്തമായിട്ട് കൊണ്ടുവരാൻ നോക്കുക കേട്ടോ. കാരണം കവറിനൊക്കെ നാട്ടിലത്തെ പോലെ തന്നെ പൈസ കൊടുക്കണം ഇവിടെ. നമുക്ക് വാങ്ങാനുള്ള സാധനങ്ങൾ വാങ്ങിയിട്ടോ. ഇതിന് താഴത്ത് ഇതാ ഒരു കുപ്പിയുണ്ട്. ബട്ട് എൻ്റെ വീട്ടിലത് കാണുമ്പോൾ അമ്മ, പപ്പ ഇത് എനിക്ക് വാങ്ങിയതല്ല, ഞാൻ എൻ്റെ ഫ്രണ്ടിന് വാങ്ങിയതാണ്. ഞാൻ വാങ്ങിയ സാധനം എന്താ ഈ ടെസ്കോൻ്റെ ഈ സാധനം മാത്രമേ. എനിക്ക് വിശക്കുന്നുണ്ട്, ഞാൻ എനിക്ക് വേണ്ടി വാങ്ങിയതാട്ടോ അത്. നമുക്ക് ബില്ലടിക്കാൻ പോകാൻ നേരം വൈകിട്ടുണ്ട്. എനിക്ക് 6 മണിയാകുമ്പോഴേക്ക് ഒരു സ്ഥലം വരെ എത്തണം. എന്തായാലും പെട്ടെന്ന് ബില്ലടിച്ച് പോട്ടെ. നിങ്ങൾ ഓരോ ഫ്ലേവേഴ്സിൻ്റെയും കാര്യങ്ങളൊക്കെ സെക്ഷൻ കേട്ടോ. ഓരോ സോസും കാര്യങ്ങളും, പിന്നെ പിക്കിൾസ്, അങ്ങനെ കുറേ അതിൻ്റെയൊക്കെ സെക്ഷൻസ് കേട്ടോ. ഇവിടെ കുറേ സ്പൈസ്ഡ് കണ്ടോ, എഗ് ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി ഉണ്ട്. പിന്നെ ഇവിടുത്തെ കുറേ ബസുമതി റൈസ്, ഓരോ കമ്പനിയൊക്കെ റേറ്റ് വ്യത്യാസം വരും. റേറ്റ് കൂടുതൽ വരും, റേറ്റ് കുറവുള്ള സാധനങ്ങളൊക്കെ വരും കേട്ടോ. ഇത് നമുക്ക് പ്രൈസ് ചെക്ക് ചെയ്യാനുള്ള സാധനമാണ്. ഇപ്പോൾ ഏതെങ്കിലുമൊക്കെ സാധനങ്ങൾ മിസ്സായിട്ട് അപ്പുറത്തപ്പുറത്തൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ബാർ കോഡ് എടുത്തിട്ട് ഇവിടെ സ്കാൻ ചെയ്യാം. അപ്പോൾ അതിൻ്റെ പ്രൈസ് കാണിക്കും. ഞാൻ ഇവിടെ നിന്ന് നേരം വഴിക്കും സാധനങ്ങൾ വാരി കൂട്ടും ചെയ്യും. അതുകൊണ്ട് ഞാൻ വേഗം പോട്ടെ, കയ്യിൽ പൈസ അല്ല ഗൈസ്. പോകാം. സാധനങ്ങൾ വാങ്ങി നമ്മളിതാ പുറത്തോട്ട് പോകാം കേട്ടോ.
പുറത്ത് പോവാം. കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ അരങ്ങേറി പുറത്ത് പോവാം. ഞാൻ കാര്യം പറഞ്ഞുതരാം. എന്നിട്ട് ഞാൻ ഇവിടെ തിരിച്ച് വണ്ടിയിലെത്തി. ഞാൻ വാങ്ങിയ സാധനങ്ങൾ ഇതാ. വണ്ടിയിലെത്തിയിട്ട് ഞാൻ 2 ഡോണറ്റ് കഴിക്കുകയും ചെയ്തു കേട്ടോ. നമുക്കിവിടെ ടെസ്കോയിൽ 4 ഡോണറ്റിൻ്റെ പീസ് കിട്ടും. 4 ഡോണറ്റിൻ്റെ പീസിന് ഞാൻ പേ ചെയ്ത റേറ്റ് 1.35 പൗണ്ട്, ഏകദേശം നാട്ടിലെ 135 രൂപ. പക്ഷെ എനിക്കിത് ചീപ്പായിട്ട് തോന്നുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പുറത്ത് ചൂടായ ഡോണറ്റ് എടുത്ത് നോക്കും കേട്ടോ. ചൂടായ ഡോണറ്റ്, ഒറ്റ ഡോണറ്റ് പീസിന് നമ്മൾ കൊടുക്കണം എത്ര രൂപയെന്നറിയോ? 1 പൗണ്ട് കൊടുക്കണം. അതായത് ഏകദേശം 100 രൂപ നമ്മൾ കൊടുക്കണം. ഞാൻ ഈ 100 രൂപ എന്നൊക്കെ പറയുമ്പോൾ നാട്ടിലെ ആൾക്കാർ കാണുമ്പോൾ വിചാരിക്കും 100 രൂപേനനുസരിച്ച് നിങ്ങളോട് പേ ചെയ്യുന്നില്ല വിചാരിക്കും. അതേ പിന്നെ നമുക്ക് പേയ്മെൻറ്റ് കിട്ടുന്നില്ല വിചാരിക്കും, സാലറി കിട്ടുന്നില്ല എന്ന് വിചാരിക്കും. നമുക്ക് ഇവിടെ 100 പൗണ്ട് ആണെങ്കിൽ 200 പൗണ്ട് സാലറി കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അനുസരിച്ച് നല്ല ചിലവും അങ്ങനെ വരുന്നുണ്ട്. നമുക്ക് റൂമിന് റെൻറ്റ്, ഷെയർഡ് റൂം, നാട്ടിലൊരു എൻസ്യൂട്ട് ഫ്ലാറ്റ് മൊത്തത്തിൽ റെൻ്റ് എടുക്കുന്ന റേറ്റ് നമുക്ക് വരുന്നത്. അക്കോമഡേഷൻസിൻ്റെ കാര്യങ്ങൾ റേറ്റ് എത്രയെന്നുള്ള വിജയമുള്ളൊരു വീഡിയോ ഞാൻ പിന്നീട് നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. പിന്നെ ഞാൻ വാങ്ങിയേക്കുന്ന സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വേണ്ടിയിട്ടല്ല, എൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടിയിട്ടാണ് ഗൈസ്. അതായത് മുന്നേ വാങ്ങിയത് ഗിഫ്റ്റ് കൊടുക്കാൻ വെച്ച സാധനം കേട്ടോ. എനിക്കൊരു ഹെൽപ്പ് ചെയ്തു തന്നു. അപ്പോൾ ആൾക്ക് പ്രയോജനമുള്ള ഗിഫ്റ്റ് കൊടുക്കാനുള്ള. അപ്പോൾ ആദ്യം ഞാൻ വേറൊരു ബോട്ടിലൊന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാൾക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇപ്പോൾ എക്സ്ചേഞ്ച് ചെയ്തിട്ട് റിട്ടേൺ കൊടുത്തു. അപ്പോൾ ഞാൻ ഇന്നലെ രാത്രി ഓൾറെഡി ഇവിടെ വന്നതാണ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞു രാത്രി അതായത് 9 to 9 ടെസ്കോ ഇതുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കിന്ന് എന്തായാലും പുറത്ത് പോകേണ്ട ആവശ്യമുണ്ട് വൈകുന്നേരം 5:30-6 മണിയാകുമ്പോൾ. അപ്പോൾ ഞാൻ ചോദിച്ചു എന്തായാലും വന്നിട്ട് സെറ്റപ്പ് ആക്കാം, ഇത് കൊടുക്കാമെന്നനുസരിച്ച് പോകാം. കാരണം നാളെ സൺഡേ ആണ്. അപ്പോൾ നാളെ സൺഡേ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ ഉറങ്ങി എണീക്കില്ല. പിന്നെ വൈകുന്നേരം 4 മണി വരെ ടെസ്കോ ഉള്ളൂ സൺഡേസ്. ടെസ്കോ മാത്രമല്ല ഇവിടുത്തെ എല്ലാ ഷോപ്സും വൈകുന്നേരം 4 മണി വരെ ഉണ്ടാവുള്ളൂ. അപ്പോൾ UK പുതിയ വരുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നോക്കുക, ടെസ്കോസ് സൺഡേസ് 4 മണി വരെ ഉള്ളൂ. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബസ് ഉണ്ട് കേട്ടോ. ഇവിടെ ഞാൻ കേംബ്രിഡ്ജ് ഫുൾബോണിലാണ്. ബസ് സർവീസ് ഉണ്ട് നമുക്ക്. ആർബറിയിലേക്കുള്ളത്, സിറ്റി സെൻറ്റർ, ആഡൻബ്രൂക്സ് ഹോസ്പിറ്റൽ, എല്ലായിടത്തേക്കുള്ള ബസ് സർവീസ് നമുക്ക് ഇവിടുന്ന് അവൈലബിൾ ആട്ടോ. എൻ്റെ നേരെ മുന്നിൽ BMW ഉണ്ട്. പിന്നെന്താ കുറേ ആർക്കും അവിടെ കിടക്കുന്നു. അപ്പോൾ അത്ര തന്നെ ഉള്ളൂ. ഞാനൊരു വീഡിയോ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാൻ ഇഷ്ടപ്പെട്ടു. ഞാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കൺ അടിച്ച് പൊട്ടിക്കുക. എനിക്ക് എന്തെങ്കിലും ഡൗട്ട്സ്, യൂട്യൂബ്സിൻ്റെ കാര്യങ്ങൾ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം, ഞാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ ആരെങ്കിലും UK അഡ്മിഷൻസുകൾ നോക്കുന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. നമ്മൾ A to Z അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അത് പ്രൊമോഷൻ ഒന്നല്ല, അത് എൻ്റെ സെൽഫ് സർവീസാണ്. പിന്നെ ഇവിടെ ARUയിലേക്കാണെങ്കിലും കേംബ്രിഡ്ജിലേക്കാണെങ്കിലും എന്തെങ്കിലും ഹെൽപ്പ് കാര്യമൊക്കെ വേണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. ഞാൻ എൻ്റെ ഫോൺ നമ്പർ ആണെങ്കിലും ഇൻസ്റ്റാഗ്രാമിൻ്റെതാണെങ്കിൽ ഞാൻ താഴത്ത് കൊടുക്കുന്നുണ്ട്. കീപ്പ് ഇൻ ടച്ച് ഗൈസ്. ഇസ് മിഥുൻ. ഐ ആം സൈനിങ് ഓൺ ഫ്രം ദാറ്റ് UK മല്ലു. ഇനി എപ്പോൾ വരുന്നൊന്നും അറിയില്ല. അപ്പോൾ മറക്കണ്ട, സ്റ്റുഡൻറ്റ് അക്കോമഡേഷൻസ് നോക്കുന്നുണ്ടെങ്കിൽ ആംബർ സ്റ്റുഡൻസിനെ കോൺടാക്ട് ചെയ്യുക കേട്ടോ. ആംബർ അക്കോമഡേഷനെ കോൺടാക്ട് ചെയ്യാം. കുറേ സ്കാം ഗൈസ് നടക്കുന്നുണ്ട്. ചുമ്മാ കൊണ്ടുപോയിട്ട് പൗണ്ട് കൊണ്ടേ കളയരുത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നാട്ടിൽ നിന്ന് ആദ്യമായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അക്കോമഡേഷൻ തപ്പിയെടുക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട്. പക്ഷേ നാട്ടിൽ നിന്ന് വരുമ്പോൾ നമുക്ക് പ്രശ്നമാണ്. ഇമിഗ്രേഷനിൽ നമ്മൾക്ക് എവിടെ താമസം കാര്യങ്ങളൊക്കെ ചോദിക്കും. അപ്പോൾ ചുമ്മാ ഈ നമ്മളെ വീട്ടുകാരുണ്ടാക്കുന്ന 500 പൗണ്ടാണെങ്കിലും 1000 പൗണ്ടാണെങ്കിലും ചുമ്മാ കൊണ്ടേ കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ വിശ്വസിച്ച് ഇതാക്കാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് അത്ര സീനില്ലല്ലോ. അപ്പോൾ അത്രത്തിനുള്ളൂ. ഞാൻ വണ്ടി എടുത്ത് പോയിട്ട് ചുട്ട് പുകയുന്നുണ്ട്. അപ്പോൾ നല്ല ചൂടാണ് ഗൈസ് ഇവിടെ. അടുത്തൊരു ദിവസം എന്താണെന്നറിയില്ല, നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഗൈസ്. ബൈ.